വയസ്സറിയിച്ച പെൺകുട്ടികളെ ഒരു രാത്രി സാത്താന് കൂടെ കിടക്കാൻ കൊടുക്കുന്ന വിചിത്രമായ ആചാരം. ഭർത്ത പെൺകുട്ടികളെ നരബലി കൊടുത്ത് അവരുടെ മാംസം കറിവെച്ചു കഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഈ കഥ പറയുന്നത് കേരളത്തിൽ നിന്നാണ്. ഭാഗം 1 cannibal.com തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇത് ചരിത്രമല്ല, കേട്ടുകേൾവികളും കെട്ടുകഥകളും നുണക്കഥകളും ചേർത്ത് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം. ടി.ഡി. രാമകൃഷ്ണൻ രചിച്ച ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ. ഈ കഥ തുടങ്ങുന്നത് 15ാം നൂറ്റാണ്ടിൽ കുന്നംകുളത്ത് നിന്ന് ഫ്ലോറൻസിലെത്തി സ്ഥിരതാമസമാക്കിയ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ തലമുറയിൽ ജനിച്ച സേവിയർ ഫെർണാണ്ടോ ഇട്ടിക്കോരയിൽ നിന്നാണ്. തന്റെ പൂർവികൻ ഇട്ടിക്കോര എഴുതിവെച്ചു പോയ താളിയോലകളിലെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു രഹസ്യം പോലെ പുറം ലോകം അറിയാതെ ഇപ്പോഴും നിറവേറ്റി വരികയും അന്ധമായ വിശ്വാസങ്ങളിൽ അകപ്പെട്ടുപോയ ഇവർ കോരപ്പാപ്പാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്റെ കുടുംബത്തിൽ വയസ്സറിയിച്ച പെൺകുട്ടിയെ ഒരു രാത്രി സാത്താന് കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞു വരുന്ന ഏതൊരു പെൺകുട്ടിയെയും സാത്താന് കൊടുത്തതിനു ശേഷം മാത്രമേ ഒരു ഭർത്താവ് തൊടുകയുള്ളൂ. കൊച്ചിയിൽ ആർട്ട് ഓഫ് ലവ് മേക്കിങ്ങിന് വേണ്ടി രഹസ്യമായി പ്രവർത്തിച്ചു വരുന്ന 3 പെൺകുട്ടികൾ: സൂസന്ന, രശ്മി, രേഖ. രേഖ ഇട്ടിക്കോര കുടുംബത്തെ പറ്റിയുള്ള പുറം ലോകം അറിയാത്ത പല രഹസ്യങ്ങളും കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അതിനായി രേഖ പലരെയും കാണുന്നു. പലരിൽ നിന്നായി പല കഥകളും രേഖ മനസ്സിലാക്കുന്നു. ഇട്ടിക്കോരയെ കുറിച്ച് അന്വേഷിച്ചെത്തിയത് ഒരു ചരിത്രത്തിലേക്കല്ല, ശാസ്ത്രത്തിനോ യുക്തിക്കോ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സമാന്തര സംസ്കാരത്തിലേക്കാണ്. ഒരു അണ്ടർഗ്രൗണ്ട് കൾച്ചർ. അതിലെ മെയിൻ ഐക്കണാണ് ഇട്ടിക്കോര, എ സീക്രട്ട് ഐക്കൺ. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നോവലുകളിൽ ഒന്നാണ് ടി.ഡി. രാമകൃഷ്ണൻ രചിച്ച ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല.